ഹലോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ പട്ടായ ബാങ്കോക്ക് ക്രാബി ഫുക്കറ്റ് വീഡിയോസ്. ഇത് ബാങ്കോക്കിലൊരു ഫിഷ് മാർക്കറ്റാണ്, ഫിഷ് ആൻഡ് മീറ്റ്. ഇവിടെ നമുക്ക് എല്ലാം കിട്ടും, പാമ്പ്, തവള എല്ലാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ബാങ്കോക്കിൽ നിന്ന് ഇത് പട്ടായയിലേക്ക് പോവുകയാണ്. അവിടുത്തെ ക്യാബിൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് പട്ടായയിലൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. നല്ല രസമാണ്, ഒരു വൺ ടൈം വാച്ചബിളാണ്. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പട്ടായയിലൊരു ടൈഗർ പാർക്കുണ്ട്, അവിടേക്കാണ് പോകുന്നത്. ഇതാണ് പട്ടായയിലെ ടൈഗർ പാർക്ക്. ഇവിടെ നമുക്ക് അടുത്ത് നിന്ന് ടൈഗേഴ്സ് എല്ലാം കാണാൻ പറ്റും. നമുക്ക് അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാം, എല്ലാം ചെയ്യാം. നമുക്ക് കാണുമ്പോൾ തന്നെ ആകെ പേടിയാവും, അങ്ങനത്തെ ഒരു പാർക്കാണത്. പക്ഷെ എല്ലാം നല്ല വെൽ ട്രെയിൻഡാണ്, അതുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കില്ല ടൈഗേഴ്സൊന്നും. ഇത് വലിയൊരു ടൈഗർ പാർക്കാണ്. ഏകദേശം ഒരു 5 ഏക്കറയോളം ഉള്ള ഒരു ഏരിയയാണ്. നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്ത് അവരിങ്ങനെ കൊണ്ടുപോകും നമ്മളെല്ലാ സ്ഥലത്തേക്കും. ഇതും വൺ ടൈം വാച്ചബിളാണ്. പിന്നെ നമുക്ക് ടൈഗറിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാം, ടൈഗറിനെ ടച്ച് ചെയ്യാം. അതുപോലെ ടൈഗറിൻ്റെ കുട്ടികളുണ്ട്, അതിനെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് താലോലിക്കാം. എല്ലാത്തിനും എക്സ്ട്രാ ചാർജ് നമ്മൾ പേ ചെയ്യണം. ഇവിടെ ഇത് വന്നിട്ട് ഞങ്ങൾ വണ്ടി എവിടെയോ സ്റ്റോപ്പ് ചെയ്തപ്പോൾ എടുത്ത ഫോട്ടോ ആണത്. മോളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് നമുക്ക് ടൈഗറിനെ നമുക്ക് ടച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഞാനൊക്കെ എത്ര ധൈര്യത്തിലാണ് ടച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് തോന്നും ഭയങ്കര ധൈര്യശാലിയാണെന്ന്, പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയായിരുന്നു. ഇത് എല്ലാവരും ചെയ്യുന്നതാണ്. ഇതിന് നമുക്ക് എക്സ്ട്രാ ചെറിയൊരു ചാർജ് കൊടുത്താൽ മതി. എന്തായാലും നമ്മൾ വന്നു, അപ്പോൾ ബാക്കിയുള്ളവരാരും ഇതുപോലെ ഫോട്ടോസ് എടുത്തില്ല, അവർക്ക് പേടിയായിരുന്നു. മീൻസ് വൈഫും മോനും മോളൊക്കെ. അപ്പം ഞാൻ മാത്രമേ ഇങ്ങനെ ചെയ്തുള്ളൂ. നമ്മളെന്തായാലും വന്നു, അപ്പം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക, അതാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷേ ഇതൊക്കെ ടച്ച് ചെയ്യുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു എനിക്ക്, അതെങ്ങാനും തിരിഞ്ഞ് കടിക്കുകയോ എന്തെങ്കിലും ചെയ്യുമോയെന്ന്. പിന്നെ ഒരു വിധം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങി. ഇത് ഞങ്ങളുടെ കൂടെ വന്നൊരു കപ്പിൾസാണ്. ഇതാണ് ഞങ്ങൾ ബാങ്കോക്കിൽ താമസിച്ച ഹോട്ടൽ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു അടിപൊളി ഹോട്ടലാണ്. ഇതിൻ്റെ എത്രയും ടോപ്പ് ഫ്ലോറിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. നല്ലൊരു സർവീസ് കിട്ടിയൊരു ഹോട്ടലായിരുന്നു അത്. ഇത് അവിടെ നിന്നുള്ള അതിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആണത്. ഇതാണ് ബാങ്കോക്ക്. പിന്നെ ഞങ്ങൾ ബാങ്കോക്ക് ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ക്രാബി എത്തി. ഇത് ക്രാബിയിലെ ഞങ്ങൾ താമസിച്ച ഹോട്ടലാണ്. ക്രാബിയിലെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ഒരു റിസോർട്ട് പോലെയാണ്. നമുക്ക് എൻജോയ് ചെയ്ത് സ്വിമ്മിങ് പൂളും ഒന്നല്ല 2 ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു സ്റ്റേ ആയിരുന്നു ക്രാബിയിൽ. ഇത് നല്ലൊരു പ്ലേസ് തന്നെയാണ് ക്രാബി. നല്ല കാം ആൻഡ് ക്വയറ്റാണ്, കൺജസ്റ്റഡ് അല്ല. ഇത് ഞങ്ങൾ ക്രാബിയിൽ നിന്ന് ഫുക്കറ്റിലേക്ക് പോയിട്ട് ഫുക്കറ്റിൽ നിന്ന് പോയ ഒരു വീഡിയോ ആണത്. അവിടെ ഒരു ജെയിംസ് ബോണ്ട് ഐലൻഡ് ഉണ്ട്, അവിടേക്ക് ഞങ്ങൾ പോയതാണ്. ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. ഇതൊക്കെ ഒരു മെമ്മറീസാണ്, ലൈഫ് ടൈം വാച്ചബിളാണ്. വൺസ് ഇൻ എ ലൈഫ് ടൈം എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസാണത്. മോളൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ്. പ്രധാന ആകർഷണം അതിൻ്റെ ബ്യൂട്ടിയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കടലിലെ വെള്ളം എന്ന് പറഞ്ഞാൽ ആകെ ഒരു അഴുക്ക് വെള്ളമായിരിക്കും.
ഇതങ്ങനെയല്ല, നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സീനറിയും അതുപോലെ നല്ല സീനറീസ്, അതുപോലെ വെള്ളമാണെങ്കിൽ എന്ത് ഭംഗിയാണ് കാണാൻ. അങ്ങനത്തെ ഒരു പ്ലേസാണ് ആണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇത് വന്നിട്ട് ജെയിംസ് ബോണ്ടിൽ നിന്ന് വേറൊരു ഐലൻഡ് ഉണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 4 മണിക്കൂറിൻ്റെ ബോട്ട് യാത്രയാണ്. അവർ നമ്മളെ പിക്ക് ചെയ്തിട്ട് എല്ലാ സ്ഥലവും കാണിച്ച് തിരിച്ചു കൊണ്ടുവന്ന് വിടും. ഇത് വേറെ ഏതോ ഒരു ഐലൻഡാണ്, എനിക്ക് കറക്റ്റ് പേര് ഓർമ്മയില്ല. പക്ഷെ ഇത് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണത്. ഈ ഐലൻഡിൻ്റെ പേര് ഞാൻ മറന്നു. പക്ഷെ ഇത് നമ്മുടെ പല മൂവീസിലും ഈ സീനറീസ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് പല മൂവീസും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. രസമാണ്, നമുക്ക് നേരിട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അങ്ങനെ ടയേർഡായി തിരിച്ചു പോവാണ്. മോനൊക്കെ ആകെ ടയേർഡായി ക്ഷീണിച്ചിരിക്കുക, മോളും. ഇതവർ പോകുന്ന വഴിക്ക് മറ്റേ ഡൈവ് ചെയ്യേണ്ടവർക്ക് ഡൈവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തതാണ്. ഇത് വേറെ ഏതോ മങ്കി ഐലൻഡോ അങ്ങനെ എന്തോ ഒരു ഐലൻഡാണ്. നമുക്ക് മൊത്തം അവർ 5 or 6 ഐലൻഡ് കാണിച്ചു തരും. ദിസ് ഈസ് വൺ ഓഫ് ദ ഐലൻഡ്, പേര് ഞാൻ മറന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ ഈ ഭാഗത്തു നിന്ന് എടുത്തു. നല്ല അടിപൊളി മെമ്മറീസ് ആയിരുന്നു. കാണാൻ പറ്റുന്നവരൊക്കെ ഒരു ദിവസം പോയി ലൈഫിൽ വൺ ടൈമെങ്കിലും പോയി എൻജോയ് ചെയ്യണം. അതെനിക്ക് പറയാനുള്ളത്. ഇത് ഞങ്ങളുടെ ക്രാബിൽ താമസിച്ച സെയിം ഹോട്ടൽ. ഇവിടെ നമ്മൾ നന്നായിട്ട് നല്ല അടിപൊളി ഫുഡും അതുപോലെ നല്ല മസാജിങ് കിട്ടും, പ്യുവറായിട്ടുള്ള ബോഡി മസാജസ്. മോളവിടെ റെസ്റ്റ് ചെയ്യാണ് ബാൽക്കണിയിൽ, പപ്പയുടെ സുന്ദരിക്കുട്ടി. ഇത് ഞങ്ങളവിടെ ഒരു സീ സൈഡിലൊരു മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയതാണ്. അവിടെ നമുക്കെല്ലാം കിട്ടും, എന്ത് വേണോ. നമുക്ക് കടലിൽ നമുക്ക് ഇതുവരെ കാണാത്ത ഐറ്റംസൊക്കെ ഞങ്ങളന്ന് അവിടെ കണ്ടു. ഇത് ഞങ്ങൾ ഫുക്കറ്റിൽ താമസിച്ച ഹോട്ടലാണ്. ഇവിടെയും നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ലൊരു അടിപൊളി ഹോട്ടലാണ്. അവിടെയൊക്കെ നമുക്ക് ഹോട്ടൽസ് ഉണ്ടല്ലോ വളരെ ചീപ്പ് റേറ്റിൽ കിട്ടും. മീൻസ് നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ റേറ്റ് കുറവാണ്. വിത്ത് സ്വിമ്മിങ് പൂൾ ഫെസിലിറ്റി ഉള്ള ഹോട്ടൽസൊക്കെ നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടും. മോൾ എൻജോയ് ചെയ്യുന്നു, ഇത് മോനും എൻജോയ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അടിച്ചു പൊളിച്ചു. ഇത് ഞാനും അവരുടെ കൂടെ എൻജോയ് ചെയ്യുന്നു. അങ്ങനെ നീന്തി കളിച്ച് എൻജോയ് ചെയ്ത് എന്താ പറയുക, അർമാദിച്ചു. ഞങ്ങൾ പോയ സമയത്ത് നല്ല ക്ലൈമറ്റായിരുന്നു, അതാണ് ഏറ്റവും വലിയ ആകർഷണം. മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല കാം ആൻഡ് കൂളായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സമയം നോക്കിയിട്ട് വേണം പോകാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ. പിന്നെ നല്ല നല്ല ഹോട്ടൽസ് ബുക്ക് ചെയ്യുക, അപ്പോൾ നമുക്ക് നല്ല ഫെസിലിറ്റി ആയിരിക്കും കിട്ടുക. ഇതവിടെ ഒരു ടെമ്പിളുണ്ട്, അവിടെ ഞങ്ങൾ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തൊരു വ്യൂ ആണത്. ആ ടെമ്പിളിൽ നിന്നുള്ള
വ്യൂ ആണ്. ഇതാണ് ടെമ്പിൾ ഞാൻ പറഞ്ഞത്. രസമാണ്. ഇതവിടെ ഒരു 3D അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. അവിടെ പോയപ്പോൾ എടുത്തതാണ്. ഞങ്ങൾ ആക്ച്വലി ക്രാബിൽ നിന്ന് റെൻ്റ് കാറാണ് എടുത്തത്. അവിടെ നിന്നാണ് ഫുക്കറ്റിലേക്ക് ബൈ കാറാണ് ഞങ്ങൾ പോയത്. അവിടെ നമുക്ക് കാർസൊക്കെ ഉണ്ടല്ലോ, വളരെ ചീപ്പ് റേറ്റിന് കിട്ടും. അങ്ങനെ അടിപൊളി ആയിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, സി യു.